ഞാനിന്ന് ഒരു ഫിലിം ഓഡീഷന് പോയ കഥ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. കിക്ക് അഥവാ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതെന്താണെന്നല്ലേ, നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമല്ലേ. അവരുടെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സംഘടനയാണ് ഈ കിക്ക് എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ആഭിമുഖ്യത്തിലുള്ള അവർ നിർമ്മിക്കുന്ന ഒരു സിനിമയിലേക്കാണ് ഞാൻ ഓഡീഷന് വേണ്ടി പോയത്. ഞാനും ഒരു യൂട്യൂബർ ആയതുകൊണ്ടാണ് ഞാൻ പോയത്. യൂട്യൂബർമാർക്ക് മുൻഗണന ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അറിയിച്ചിട്ടാണ് പോയത് കേട്ടോ. അങ്ങനെ ഓഡീഷന് പോയി. അവിടെ പോയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു, അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ കയറി ചെന്നും ഒരു ഹാളിൻ്റെ ഉള്ളിൽ ഇരുത്തി അവരുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. നമ്മുടെ എല്ലാവരും നിരന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഓരോരുത്തർ പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവർ ലൈറ്റ് സെറ്റിങ്ങും മൈക്ക് സെറ്റിങ്ങും എല്ലാം ആ ഹാളിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് അവർ ഓരോരുത്തരെ വന്നിട്ട് അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളും എന്താണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നതെന്ന് നമുക്കൊരു വിശദമായൊരു ക്ലാസ് ആദ്യം എടുത്തു തന്നു. നമ്മൾ ഓഡീഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫിലിമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ആൾക്കാരെ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അവർ റിലാക്സ് ചെയ്യിപ്പിച്ചു. അതിനുശേഷമാണ് അവർ ഓഡീഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടോ. എല്ലാവരും അവരുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവിടെ വന്നിട്ട്. അതിനുശേഷം ഈ പുള്ളിയാണ് നമുക്ക് ആക്ടിങ്ങിൻ്റെ ഇത് തരുന്നത്, ക്ലാസ് തരുന്നത് കേട്ടോ. അതിനുശേഷം എല്ലാവരും പേര് പോയി രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്താണ്. അപ്പോൾ ആ രജിസ്റ്റർ നമ്പർ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ടോക്കൺ തരും. 155 എൻ്റെ നമ്പർ, എനിക്ക് കിട്ടിയ നമ്പർ. ആ പേരും പറഞ്ഞു കൊടുത്ത് നമ്മുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഇവിടെ എഴുതി. അങ്ങനെ എഴുതിയെടുത്തതിന് ശേഷം ഇവിടെ ഇപ്പുറത്ത് പോയിട്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണമൊക്കെ വേണം കേട്ടോ. അങ്ങനെ ആ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. അതിനുശേഷം അവർ നമ്മളെ ഇവരെല്ലാവരും ഇനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കണമല്ല, നമ്മുടെ ടീംസാണ് കേട്ടോ. എല്ലാവരും അതിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിനെ കണ്ടത്. അങ്ങനെ പുള്ളിയായിട്ടൊന്ന് പരിചയപ്പെട്ടു. അതിനുശേഷം നമ്മൾ ഈ ടീം ഓരോരുത്തരും 3 ആൾക്കാർ ആയിട്ട് ഒരു ടീമായിട്ട് തിരിയണം. അതിനുശേഷം ഈ 3 പേരും കൂടി ഒരുമിച്ചാണ് പെർഫോം ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ എനിക്ക് കിട്ടിയ 3 ടീം, അത് എൻ്റെ കൂടെ ഉള്ളതാണ് നൗഷാദ്, പ്രവീൺ ഭായ്, പിന്നെ ഞങ്ങൾ 3 പേരായിരുന്നു ഒരു ടീം. അങ്ങനെ നമ്മളിതാ ഓഡീഷൻ നടക്കുന്ന വേറൊരു ഹാളിലാണ് അവിടെ എത്തിയപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട്, അവർ ഓഡീഷൻ്റെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അവർ പന്തുകൊണ്ട് എന്തൊക്കെ കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങളുടെ ഓഡീഷൻ എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് ഉച്ചയ്ക്ക് വന്ന കുറച്ച് പേര് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നു. നമ്മൾ രാവിലെ പോയതുകൊണ്ട് ഉച്ചയാകുമ്പോഴേക്കും കഴിഞ്ഞു. ഉച്ചയല്ല, ഒരു 3-4 മണിയൊക്കെ ആയി കഴിയുമ്പോൾ അതിനുശേഷം അങ്ങനെ നമ്മൾ ഓഡീഷനെല്ലാം കഴിഞ്ഞ് ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. കിട്ടും എന്നൊരു പ്രതീക്ഷയോടുകൂടി മടങ്ങുകയാണ്. വീണ്ടും നല്ലൊരു വീടുമായി അടുത്ത